ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജയശ്രീ ആന്റിയാണ് എന്നെ അമ്മയെ സ്നേഹാലയത്തിൽ കൊണ്ടുപോയതെന്ന് അറിയായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ഒരാളിൽ നിന്ന് രക്ഷിച്ചതായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ശരിയാണ്, ജീവിതം മുഴുവൻ സർപ്രൈസുകളാണ്. അപ്പൊ ജയശ്രീ ആന്റിയുടെ മരണത്തിന് പിന്നിലും എന്നെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും ഒരാൾ തന്നെ ആയിരിക്കും അല്ലേ? അതെ, പക്ഷേ അത് മേനോൻ തന്നെയാണെന്നുള്ളൊരു ഊഹം മാത്രമേ നമുക്കുള്ളൂ. അയാളാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. മേനോൻ നമ്മുടെ പൊതുശത്രുവാ. ഈ രാജ്യത്തിന് തന്നെ അയാൾ നാശമാണ്. എത്രയും പെട്ടെന്ന് അയാളെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അയാളിലേക്കുള്ള വഴി എക്സും എക്സിലേക്കുള്ള വഴി പൃഥ്വിയുമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറിയാലേ പൃഥ്വിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ പറ്റൂ. അതൊക്കെ അടഞ്ഞ വഴികളാ. അല്ല കിരൺ, വേണ്ട ദുർഗ, പിന്നെയും പഴയ സോപ്പ് പെട്ടി കഥ പോലെ അച്ഛന്റെയും മകന്റെയും കഥ പറയണ്ട. കിരൺ കരുതും പോലെ മോതിരത്തിന്റെ ബലത്തിൽ പറയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഞാനും കുട്ടമ്പിള്ള ചേട്ടനും എല്ലാം വളരെ ഡീറ്റെയിൽ ആയി അന്വേഷിച്ചു. മഹാദേവൻ അങ്കിളാണ് കിരണിന്റെ അച്ഛനെന്ന് 100% ഉറപ്പാ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം പറയട്ടെ. എന്താ? ദുർഗ പറയുന്ന മഹാദേവനാണ് എന്റെ അച്ഛനെങ്കിൽ എന്റെ അമ്മ എന്നെയും കൊണ്ട് കാണാൻ ചെന്നത് എന്റെ അച്ഛനായിരിക്കില്ലേ? അവിഹിത ഭാര്യയും മകനെയും നാട്ടുകാർ കണ്ട് മാനം പോയാലൊന്ന് ഭയന്ന് അയാൾ തന്നെ ആയിരിക്കോ എന്നെ എന്റെ അമ്മയും കൊല്ലാൻ ശ്രമിച്ചത്? അവിടെ നിന്നായിരിക്കോ ജയശ്രീ ആന്റി ഞങ്ങളെ രക്ഷിച്ചത്? കിരൺ എന്താ പറഞ്ഞു വരുന്നത്? മഹിയങ്കിളാണ് മേനോനെന്നാണോ? എന്തുകൊണ്ടായിക്കൂടാ? ഈ പൃഥ്വിയേക്കാൾ എനിക്ക് അയാളെക്കുറിച്ച് ഓർക്കുമ്പോ സംശയം തോന്നുന്നുണ്ട്. അല്ല, അതെന്താ? ഈ ഓവർ വിനയവും സാധാരണക്കാരേക്കാൾ ശാന്തനുമാണ് അയാൾ. നമുക്ക് വല്ലാത്തൊരടുപ്പം അയാളുടെ പ്രസൻസിൽ തോന്നും. അതുകൊണ്ട് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ നല്ലവന്റെ മുഖംമൂടി അണിഞ്ഞ ഒരു ചെകുത്താനാണോ അയാളെന്ന് അറിയില്ലല്ലോ. സ്വന്തം അച്ഛനെ കുറിച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ നല്ല ബോധത്തോടുകൂടി തന്നെയാ സംസാരിക്കുന്നത്. ഒരുപക്ഷെ അയാളാണ് മേനോനെന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാ അയാളുടെ തിരുനെറ്റിയില് ബുള്ളറ്റ് കൊണ്ട് ആദ്യത്തെ തിലകം ചാർത്തുന്നത് ഞാനായിരിക്കും. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് അയാളെ കിട്ടൂ. കിരൺ, ഇതെല്ലാം നമ്മുടെ ഊഹങ്ങൾ മാത്രം. ഇങ്ങനെ വെറുതെ ചിന്തിച്ചാ നമുക്കൊരിക്കലും സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നമുക്ക് വ്യക്തമായ തെളിവുകൾ വേണം. അതിന് നമ്മൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറിയേ പറ്റൂ. അഷിതയെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയം നോക്കി നമുക്ക് അവിടെ കയറാം. അതാ നല്ലത്. ഈ ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞതാ. അതൊന്നും നടക്കില്ല കിരൺ. ഇനി അഷിതയുടെ പേരില് ആ വീട്ടിൽ കയറില്ലെന്ന് എന്നെ കൊണ്ട് ചെറിയമ്മ സത്യം ചെയ്യിച്ചു. അതിനെന്താ? അഷിതയുടെ പേരിൽ അവിടെ കയറരുതെന്നല്ലേ പറഞ്ഞത്? നമുക്കവിടെ ധ്വനിമോളുണ്ടല്ലോ, പൂർണ്ണിമ ചേച്ചി ഉണ്ടല്ലോ. അവരുടെ ആരുടെങ്കിലും പേരിൽ കയറാം. അതൊന്നും ശാശ്വതമല്ല. നമ്മൾ കേറുമ്പോ ആരെങ്കിലും കാവല് വേണം. പേടിച്ചെന്തെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോ ആരെങ്കിലും വന്നാ എല്ലാ ശ്രമവും അവിടെ ഉപേക്ഷിച്ച് പോരേണ്ടി വരും. പിന്നെ എല്ലാം വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. കിരൺ, ഒന്നും കൂടി കാര്യമായിട്ട് ചിന്തിക്ക്. നമുക്കിപ്പോ ആ വീട്ടിൽ കയറാൻ ഒരു വഴിയുണ്ട്. അതുപയോഗിച്ചാൽ കിരണിന് അവിടെ സ്ഥിരതാമസമാക്കാം. ആരും ചോദിക്കാൻ വരില്ല. അത് ശരിയാവില്ല ദുർഗ. ആ വഴി എനിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല.